സംസ്ഥാന തലസ്ഥാനം എന്നും ബി.ജെ.പിക്ക് കീറാമുട്ടയായി നിൽക്കുന്ന ഇടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ വീണു. അതിനു മുൻപ് നേമത്ത് ആകെ ഉണ്ടായിരുന്ന നിയമസഭാ സീറ്റും ബി.ജെ.പിക്ക് അടിയറവ് വെക്കേണ്ടി വന്നു. എന്നാൽ ഇക്കുറി തെറ്റുകൾ തിരുത്തിയാണ് തങ്ങൾ ഇറങ്ങുന്നതെന്ന് ബി.ജെ.പി പറയുന്നുണ്ട്. മുന്നിലുള്ളത് തദ്ദേശ വാർഡ് തെരഞ്ഞെടുപ്പ്, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ചിരകാല സ്വപ്നം. കോൺഗ്രസ് അടങ്ങിയ UDF മുന്നണിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി ബി.ജെ.പി മുഖ്യ പ്രതിപക്ഷമായി മാറിക്കഴിഞ്ഞു. ഇനി മുന്നിലുള്ളത് LDF ആണ്. ഇക്കുറി ഇടതുപക്ഷത്തെ സൈഡാക്കി തലസ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. എന്നാൽ ശബരിനാഥിനെ ഇറക്കിയുള്ള കോൺഗ്രസ് പ്രചാരണത്തിൽ ബി.ജെ.പിക്ക് അടിതെറ്റി കഴിഞ്ഞു. പിന്നാലെ ചില കരുത്തരെ കളത്തിലിറക്കിയുള്ള കളിക്കാണ് ബി.ജെ.പി നിൽക്കുന്നത്. മുൻ DGP R ശ്രീലേഖയാണ് അതിൽ പ്രമുഖ വ്യക്തിത്വം. ഇവർ ശാസ്തമംഗലം വാർഡിലാണ് മത്സരിക്കുന്നത്. ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച 67 സ്ഥാനാർത്ഥികളുടെ പട്ടികയിലാണ് R ശ്രീലേഖയുടെ പേരും ഉൾപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമിൽ ഉയർന്നു കേൾക്കേണ്ട പേരാണ് ശ്രീലേഖയുടേത്. ഇതിന് പിന്നാലെയാണ് ശ്രീലേഖയെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ശ്രീലേഖ മുമ്പ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടം സംബന്ധിച്ച് നടത്തിയ പരാമർശം ചർച്ചയാക്കിയാണ് സന്ദീപ് വാര്യർ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സന്ദീപ് വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. ആ ചാരത്തിന്റെ പേരിൽ കുട്ടികളെ ശാരീരികമായും മാനസികമായും പീഡനത്തിന് ഇരയാക്കുകയാണ് കുത്തിയോട്ടത്തിലൂടെ ചെയ്യുന്നത് എന്നായിരുന്നു ശ്രീലേഖയുടെ വിമർശനം. ദേവീ പ്രീതിക്കായി കുട്ടികളുടെ ചോര വരെ എടുക്കുന്ന പ്രാകൃതമായ രീതി ക്രിമിനൽ കുറ്റമാണ്. ഇത് അവസാനിപ്പിക്കാൻ ഭക്തരും ക്ഷേത്ര ഭാരവാഹികളും തയ്യാറാകണം. കുട്ടികളുടെ അനുമതി പോലും ഇല്ലാതെയാണ് മാതാപിതാക്കളും ക്ഷേത്ര ഭാരവാഹികളും ഗൂഢാലോചന നടത്തി കുട്ടികളെ പീഡിപ്പിക്കുന്നത്. കുത്തിയോട്ടത്തെ ആൺകുട്ടികളുടെ തടവറ എന്ന് പറയേണ്ടി വരുമെന്നും ശ്രീലേഖ അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. നിയമപ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കുത്തിയോട്ടം. കുത്തിയോട്ടത്തോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ആറ്റുകാൽ വിശ്വാസിയായ താൻ ഇത്തവണ പൊങ്കാല അർപ്പിക്കുന്നില്ലെന്നും ശ്രീലേഖ തന്റെ ബ്ലോഗിലൂടെ പറഞ്ഞിരുന്നു. ശ്രീലേഖയുടെ ഈ പരാമർശത്തിന് പിന്നാലെ ബാലാവകാശ കമ്മീഷൻ കുത്തിയോട്ടത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ സംഘപരിവാർ സംഘടനകൾ മുസ്ലിം സമുദായത്തിലെ സുന്നത്ത് കല്യാണത്തിനെതിരെ പരാതി നൽകിയാണ് തിരിച്ചടിച്ചത്. ഇതോടെ ബാലാവകാശ കമ്മീഷൻ വെട്ടിലാവുകയും ചെയ്തു. ഈ വിവാദമാണ് സന്ദീപ് കുത്തിപ്പൊക്കിയെടുത്തിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച R ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്നാണ് സന്ദീപ് തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരോട് ചോദിച്ചിരിക്കുന്നത്. ഇതോടെ ബി.ജെ.പി ആകെ വെട്ടിലായി. ശ്രീലേഖയ്ക്ക് വേണ്ടി ഇടുന്ന ഓരോ പോസ്റ്റിനു താഴെയും ഇത് സംബന്ധിച്ച കമന്റാണ് വരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും ഇറങ്ങില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ശ്രീലേഖ ഹിന്ദു ആചാരങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത്. എന്നാൽ കാലം കടന്നുപോയപ്പോൾ ശ്രീലേഖ ഇതാ ബി.ജെ.പി ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. പഴയ നിലപാടുകൾ മറന്നുവെന്ന് കരുതി കളം പിടിക്കാമെന്ന ചിന്തയിലിറങ്ങിയ ശ്രീലേഖയ്ക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുകയാണ് സന്ദീപ് വാര്യർ.